ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ പാലേരി മാണിക്യം ആദ്യ ആഴ്ചയിലെ 3 ദിവസങ്ങൾ പിന്നിടുന്നതിന് മുന്നേ തിയേറ്ററുകളിലെ വാഷൌട്ടായി മാറിയിരിക്കുകയാണ്. പല തിയേറ്ററുകളിലും ഒരു ഷോ പോലും കളിക്കാനാവാതെ പോയ, ലിമിറ്റഡ് റിലീസോടെ സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത, തിയേറ്ററുകളിൽ ലഭ്യമാകാനാവാതെ പോയ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മാസം ക്ലാസം നിറഞ്ഞ പകർച്ചകൾ കണ്ട അവാർഡ് ലഭ്യമായ രഞ്ജിത്തിന്റെ അവാർഡ് സിനിമ പാലേരി മാണിക്യം വെറും 3 ദിവസങ്ങൾ കൊണ്ട് എത്ര ലക്ഷം കളക്ഷൻ നേടിയെടുത്തു, എത്ര കോടി കളക്ഷൻ നേടിയെടുത്തു എന്നൊക്കെ അറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർക്ക് ഉണ്ടാകും. എന്നാൽ ഇപ്പോഴത്തെ സിനിമയ്ക്ക് കോടിയുമില്ല, ലക്ഷങ്ങളുമില്ല എന്നതാണ് പ്രത്യേകം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. സിനിമയുടെ ഫൈനൽ കളക്ഷൻ ആയിരങ്ങളിലാണ് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. പാലേരിയെ ഞെട്ടിച്ച ഒരു പാതിര കൊലപാതകത്തിന്റെ കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ അതേ പാലേരി മാണിക്യം ഇപ്പോഴത്തെ തിയേറ്റർ ബോക്സ് ഓഫീസിൽ വൻ ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ്. 1 ലക്ഷം രൂപ പോലും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയധികം ടിക്കറ്റ് റേറ്റ് ഉള്ള സാഹചര്യത്തിൽ, അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ പീക്ക് ടൈം എന്നൊക്കെ പറയാവുന്ന ഏത് സിനിമ വന്നാൽ പോലും തിയേറ്ററുകളിൽ ആളുകൾ വരുമെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ 1 ലക്ഷം രൂപ പോലും ഫൈനൽ കളക്ഷൻ ടച്ച് ചെയ്യാനാവാതെ പോകുമ്പോൾ സിനിമയുടെ ആ ഒരു പരാജയത്തെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നത് പുതിയ വാക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സാധാരണ ബോംബ്, ആറ്റം ബോംബ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇത് അതിനേക്കാൾ മാരകമായ എന്തോ ഒന്നാണ് എന്ന് ഈ 2024 പറയാതിരിക്കാനായിട്ട് വയ്യ. അപ്പോൾ 1 ലക്ഷം രൂപ പോലും കളക്ഷൻ നേടിയെടുക്കാനാവാതെ പാലേരി മാണിക്യം തിയേറ്റർ ഉടമകളോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുകയാണ്. ഇനി നാം കാത്തിരിക്കുന്നത് മെഗാസ്റ്റാറിന്റെ അടുത്ത റീ റിലീസ് ചിത്രത്തിനായിട്ടാണ്. പാലേരി മാണിക്യം എന്ന സിനിമയെ ഞെട്ടിക്കുമോ അടുത്ത റീ റിലീസ് ചിത്രം എന്ന സമീപകാല ഭാവിയിൽ തന്നെ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.